നമ്മൾ നേരത്തെയും ഇ ഡി ചർച്ചകൾ പറയാറുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിലെ എക്സ്പ്രസിന്റെ അടക്കം ഏറ്റവും ഒടുവിലെ കണക്ക് വരും 2014 മുതൽ 22 വരെയുള്ള ഇ ഡി കേസെടുത്ത് 121 രാഷ്ട്രീയക്കാരിൽ 116 പേരും പ്രതിപക്ഷ നേതാക്കളാണ്. ബാക്കി എല്ലാ കേസിലൂടെ ഉള്ളതാണ് വേറെ 5 പേർ. ബി ജെ പി ക്യാമ്പിലേക്ക് ചേക്കേറിയാൽ സുവേന്ദു അധികാരിക്കെതിരെ കേസ് ആവിയാവും. തപസ് റോയി, മുകുൾ റോയ്, ഹിമന്ത ബിശ്വ ശർമ്മ അഴിമതിയെപ്പറ്റി ശ്രീ നാരായണ നമ്പൂതിരിയുടെ പാർട്ടി ബുക്ക്ലെറ്റ് ഇറക്കിയതാണ് കേട്ടോ. ഇപ്പം പരിശുദ്ധൻ അവരുടെ മുഖ്യമന്ത്രിയാണ്. അജിത് പവാർ, നാരായൺ റാണെ കാവിക്കൂടാരത്തിൽ കയറി പരിശുദ്ധരായ കേസ് ആവിയായവർ ഒരുപാട് പേരാണ്. അത് ആ തുടർച്ചയിൽ ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മാത്രം മുൻപ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആദ്യം പ്രതിയാക്കപ്പെട്ട് പേര് പറയാതിരുന്ന് പിന്നീട് മാപ്പുസാക്ഷിയെ പ്രതിയാക്കപ്പെട്ടൊരുത്തിന് വാക്ക് മാത്രം കേട്ടുപിടിച്ച് അകത്തിടുകയാണ്. ഒരു ബ്ലഡ് ചില്ലിംഗ് എഫക്റ്റ് ഉണ്ടാകേണ്ടതല്ലേ എസ് എൻ ലാൽകുമാർ? ഹാഷ്മി, ജോയിൻറ്റ് BJP അവോയ്ഡ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിലേക്ക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയം മാറിയിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. നോക്കൂ, പ്രധാനമായി ഒരു ജനാധിപത്യ രാഷ്ട്രത്ത് നടക്കേണ്ട ഒരു കാര്യമാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി ബേസിക് സ്ട്രക്ചറായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അത് ഏറ്റവും വലിയ വാല്യൂ ഉള്ള ഒരു കാര്യമാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുക എന്നുള്ളത്. ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വെക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ ഈ പറയുന്ന രാജ്യം ഉണ്ടായി റിപ്പബ്ലിക് ആയ ശേഷം ആദ്യമായിട്ടുണ്ടെന്ന് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്, അത് ഒരു സ്കൂപ്പിൾസും ഇല്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നു. ഇപ്പോൾ ബൽറാം സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ പറയുന്ന ഓരോ പാർട്ടികളും നമ്മൾ രാജ്യത്തെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ പാർട്ടി, വലിയ പാർട്ടി, ഓരോരുത്തരെയും അവരുടെ നേതാക്കന്മാരെയും ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉപയോഗിച്ച് PMLA ഉപയോഗിച്ച് ഹണ്ട് ചെയ്യുന്ന ഒരു കാഴ്ച രാജ്യം കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേൾക്കുകയായിരുന്നു. ഒരു നേതാവ് എനിക്ക് ഇനി ജയിലിൽ കിടക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് പോകുകയാണെന്ന് പറയുക. അപ്പോൾ അത്രത്തോളം ഡ്രക്കോണിയനായിട്ട് എക്സിക്യൂട്ടീവ് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടാണ് രാജ്യം കടന്നു പോകുന്നത്. ഇപ്പം തന്നെ ഒരു സെമി ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ BJPക്കുള്ളിലുള്ള ആൾക്കാരുണ്ടല്ലോ, BJP വാഴ്ത്തി നരേന്ദ്രമോദിയെ വാഴ്ത്തി സംസാരിക്കുന്ന ആൾക്കാർക്ക് പോലും കിടക്കപ്പുറത്തിയില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അവർ പറയാൻ ഭയന്നിട്ട് മാറി നിൽക്കുകയാണ് പലപ്പോഴും നടക്കുന്നത്. നമ്മൾ വിഭാവനം ചെയ്ത രാജ്യം, ഭരണഘടന വിഭാവനം ചെയ്ത രാജ്യത്ത് ഒരാൾ ഇങ്ങനെയല്ല പെരുമാറുന്നത്. ഇതൊരു രാജാവിനെ പോലിരുന്ന് പെരുമാറുകയും ബാക്കിയുള്ളവരെ എല്ലാം സബ്സൈഡ് ചെയ്യുക, അവർക്ക് ഒരു കാര്യവും പറയാൻ പറ്റാത്ത, ഒരു കാര്യവും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ കൂടെ കാര്യങ്ങൾ കടന്നു പോകുന്നു. നിങ്ങൾ നോക്കൂ, വളരെ പ്രധാനമായി കാണേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് എല്ലാ പാർട്ടിക്കും ഷെയർ കിട്ടി, CPM ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടിക്കും ഷെയർ കിട്ടി. ഇതിനകത്ത് BJPക്ക് കിട്ടുന്ന പണത്തിന് ഒരു ഡേഞ്ചർ ഉണ്ട്, കൂടുതൽ ഡേഞ്ചർ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് ബൽറാം പറഞ്ഞ പോലെ ക്വിഡ് പ്രോ ക്യൂ എന്ന് പറയുന്നത് സംതിങ് ഇൻ റിട്ടേൺ. നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിന് റിട്ടേൺ കൊടുക്കാൻ എന്ത് ശക്തിയുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. സ്റ്റേറ്റ് ഭരിക്കുന്ന, ഈ രാജ്യം ഭരിക്കുന്ന BJPക്കുള്ള ശക്തി വളരെ കൂടുതലാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. താങ്കൾ സൂചിപ്പിച്ച ഈ പറയുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസിനെ കുറിച്ചും EDയുടെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇൻട്രോഗേഷൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തുക, സമൻസ് അയക്കുക, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഈ പറയുന്ന ആൾ ED മുഖാന്തരം ഏതാണ്ട് ഇപ്പം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. യഥാർത്ഥത്തിൽ ഇതിൽ കൂടുതൽ പ്രഷറൈസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മാർഗമുണ്ടോ? നിങ്ങൾ EDയെ ഒരു BJPയുടെ ഒരു ഘടകകക്ഷിയായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാജ്യം കടന്നു പോകുന്നത്. അങ്ങനെ ഇംപാർഷ്യലായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഏജൻസി ഈ പറയുന്ന BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് ഒരു സംശയവുമില്ല. കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിപ്പം 100 മണിക്കൂർ ഈ ചർച്ച നയിച്ചിട്ട് അപ്പുറത്തിരിക്കുന്ന 4 പേരും BJPയുടെ ആളും ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിലും നമ്മൾ പറയുന്നതാണ് ശരി. അതിന് ഒരു മാറ്റവും ഇല്ല. ശരിയുടെ ശബ്ദം കുറഞ്ഞു പോകുന്നുണ്ടാകാം, പക്ഷേ ശരിയായിട്ട് തന്നെ നിലനിൽക്കും. അതിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം കറപ്ഷൻ ചാർജ് ചെയ്തിട്ടുള്ള ഇപ്പോൾ കോൺഗ്രസോ മറ്റ് പാർട്ടിക്കാരോ ഏത് പാർട്ടിക്കാരെ തന്നെ നിങ്ങൾ എടുക്കൂ, അവരെ ഇപ്പുറത്ത് മറുകണ്ഠം ചാടിക്കഴിഞ്ഞാൽ അവർക്കെതിരെയുള്ള ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ നിൽക്കുന്നു. ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് BJPക്കാരനായിട്ടുള്ള ഒരു അഴിമതിക്കാരനില്ല. നിങ്ങൾ നോക്കൂ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ 140 കോടി ജനങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന പേരിൽ ഈ ഡ്രക്കോണിയൻ നിയമം പാർലമെന്റിൽ ഉണ്ടാക്കിയത് വാജ്പേയിയുടെ കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇമ്പോസ് ചെയ്ത ആൾക്കാർക്ക് കിടക്കപ്പുറത്ത് ഇല്ലാത്തൊരു കാര്യമായിട്ട് വരിക. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ നോക്കൂ,
ഇവർ ബാക്കിയുള്ളവരെ എല്ലാം ഒരു കാരണവശാലും നിലം തൊടാൻ അനുവദിക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്കെതിരെ എന്നുള്ളതാണ്. ഈവൻ കോടതി പോലും ഒരു പരിധിവരെ ഹെൽപ്ലെസ് ആണ്. കാര്യം വിൽ ഓഫ് ദ ലെജിസ്ലേച്ചർ ആണ് സ്റ്റാറ്റ്യൂട്ട്. ഒരു സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഒരു നിയമം എന്ന് പറഞ്ഞാൽ വിൽ ഓഫ് ദ ലെജിസ്ലേച്ചർ ആണ്. വിൽ ഓഫ് ദ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ വിൽ ഓഫ് ദ പീപ്പിൾ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരാൾക്ക് അധികാരത്തിന്റെ ഭൂരിപക്ഷം കിട്ടി എന്നുള്ള ഒറ്റ കാരണത്താൽ നിങ്ങൾ ഈ പറയുന്ന മറ്റു കക്ഷികളെ എല്ലാം ഇല്ലാതാക്കുക. ആ ഇല്ലാതാക്കുന്ന പ്രോസസ്സിൽ നിങ്ങൾക്കെതിരെ ഈ PMLA ആക്ട് ഉപയോഗിക്കാനായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരു BJP കാരനില്ല എന്നുള്ളതാണ്. അതെന്നാ ഇല്ലാത്ത? ഈ രാജ്യത്തെ BJP-കാരെല്ലാം രാമന്റെ സ്വഭാവമുള്ള ആൾക്കാരാണോ? രാമരാജ്യത്ത് രാമന്റെ സ്വഭാവമുള്ള ആൾക്കാരാണോ? അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ അപ്പുറത്ത് നിന്ന് ഓപ്പോസിഷന്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയക്കാരെ ഈ കള്ളത്തരം കാണിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അടുക്ക വരുമ്പോഴെങ്ങനെയാണ് നിങ്ങൾ ആ കേസൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നത്? ഈ പറയുന്ന അനീതിയുടെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ ഈ രാജ്യത്ത് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇത് ഒരു ഈവൻ പ്ലേയിങ് ഫീൽഡ് അല്ല. ഒരു അൺഈവൻ പ്ലേയിങ് ഫീൽഡിൽ നമുക്ക് പലപ്പോഴും ജയിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നത് പണപരമായി നിങ്ങൾ മുന്നിലാണ്, ഏജൻസിപരമായി നിങ്ങൾ മുന്നിലാണ്. എല്ലാ സിസ്റ്റവും ഉപയോഗിച്ച് ഒരു പോസിറ്റീവ് ഇതായിട്ട് ഇമ്പാർഷ്യലായിട്ട് ആക്ട് ചെയ്യേണ്ട ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെയും ഓരോ ഓർഗനൈസേഷനെയും ഉപയോഗിച്ച് നിങ്ങൾ അതിന്റെ അഡ്വാൻറ്റേജ് നേരിടുക. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഭുയാൻ പറയുന്നത് എന്താണെന്ന് ഇപ്പൊ പറയുന്നത് അല്പസമയം മുമ്പാണ്. PMLA is a potent weapon in the fight against tainted money, but a weapon loses its potency if it is over-applied or even misused. If that happens, there may be negative perceptions about the actions of the ED and by extension the PMLA. Justice Bhuyan എന്ന് പറഞ്ഞാൽ ഇത് കള്ളപ്പണത്തിൻ്റെ ആയുധമാണ്, പക്ഷേ ആയുധം വല്ലാതെ ദുരുപയോഗിച്ചാൽ അതിൻ്റെ പൊട്ടൻസി നഷ്ടമാകും എന്ന് പറയുകയാണ്. തിരികെത്താൻ ഇവിടെ വളരെ ശേഷം